നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രസീലിയൻ ഇതിഹാസമായ മാഴ്സലോ നിലവിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുമിനൻസിന് വേണ്ടിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ഈയൊരു ലെഫ്റ്റ് ബാക്ക് താരത്തിന് സാധിക്കാറുണ്ട്. ഈ ബ്രസീലിയൻ ലീഗിൽ 12 മത്സരങ്ങളാണ് താരം കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഓരോ ഗോളുകളും അസിസ്റ്റുകളും സ്വന്തമാക്കാൻ ഈയൊരു ഡിഫൻഡർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷമായിരുന്നു അദ്ദേഹം ഫ്ലുമിനൻസിലേക്ക് മടങ്ങിയെത്തിയിരുന്നത്. 13ാമത്തെ വയസ്സിൽ ഫ്ലുമിനൻസിൽ കരിയർ ആരംഭിച്ച ഇതിഹാസമാണ് മാഴ്സലോ. അവരുടെ യൂത്ത് ടീമിലൂടെ വളർന്ന താരം പിന്നീട് അവരുടെ സീനിയർ ടീമിലേക്ക് എത്തുകയായിരുന്നു. 2005 അദ്ദേഹം ഫ്ലുമിനൻസിൻ്റെ സീനിയർ ടീമിന് വേണ്ടി അരങ്ങേറ്റം നടത്തിയത്. പിന്നീട് 2007 അദ്ദേഹത്തെ റയൽ മാഡ്രിഡ് സ്വന്തമാക്കുകയായിരുന്നു. നീണ്ട വർഷങ്ങൾ അഥവാ 2022 വരെ അദ്ദേഹം റയൽ മാഡ്രിഡിനോടൊപ്പം ചിലവഴിച്ചു. പിന്നീട് വളരെ കുറച്ചു കാലം ഗ്രീക്ക് ക്ലബ്ബായ ഒളിമ്പിയാക്കോസിൽ ചിലവഴിച്ചിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ പഴയ ക്ലബ്ബായ ഫ്ലുമിനൻസിലേക്ക് തന്നെ മടങ്ങിയെത്തിയിരുന്നത്. തങ്ങളുടെ ഈയൊരു ഇതിഹാസ താരത്തെ ആദരിക്കാൻ ഇപ്പോൾ ഫ്ലുമിനൻസ് തയ്യാറായിട്ടുണ്ട്. അവരുടെ യൂത്ത് ടീമിൻ്റെ സ്റ്റേഡിയം ഇതുവരെ എസ്റ്റാഡിയോ വലേഡാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഈ സ്റ്റേഡിയം ഇപ്പോൾ പുനർനാമകരണം ചെയ്യപ്പെടുകയാണ്. ഇനി മാഴ്സലോയുടെ പേരാണ് ഈ സ്റ്റേഡിയത്തിന് നൽകപ്പെടുക. താരത്തിനുള്ള ബഹുമതി എന്നോണമാണ് ക്ലബ്ബ് ഈയൊരു പേര്, മാഴ്സലോയുടെ പേര് സ്റ്റേഡിയത്തിന് നൽകുന്നത്. ഇക്കാര്യം ഇപ്പോൾ ഔദ്യോഗികമായിക്കൊണ്ട് തന്നെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. തൻ്റെ കരിയർ ആരംഭിച്ച ഗ്രൗണ്ട് ഇനി മുതൽ തൻ്റെ പേരിലാണ് അറിയപ്പെടുക എന്നുള്ളത് മാഴ്സലോയെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര നേട്ടം തന്നെയാണ്. മാത്രമല്ല തിയാഗോ സിൽവയും ഈയൊരു ക്ലബിലൂടെയാണ് വളർന്നിട്ടുള്ളത്. ഇപ്പോൾ ഈയൊരു ക്ലബിൽ തന്നെയാണ് തിയാഗോ സിൽവയും കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിൽവ ക്ലബിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം തകർപ്പൻ പ്രകടനമാണ് ഫ്ലുമിനൻസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ ലീഗിൽ 16ാം സ്ഥാനത്തേക്ക് കയറി വരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.